നമസ്കാരം, ജിദ്ദ സ്പെഷ്യലിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാനൊരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ട് വന്നിരിക്കുകയാണ്. 2 കിലോയുടെ ക്യാരറ്റ് കേക്ക് തയ്യാറാക്കാനായിട്ട് 2 കപ്പ് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ സീവ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കപ്പിന് 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ 2-3 പ്രാവശ്യം അരിച്ച് വെച്ചു. പിന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ക്യാരറ്റ്, ആ കപ്പിൻ്റെ അളവിൽ തന്നെ 2 കപ്പ് ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഡേറ്റ്സ്, ഒരു 10-12 ഡേറ്റ്സ് ചെറുതായിട്ട് നുറുക്കിയതാണ്. അതുപോലെ തന്നെ ബദാം, അതേ അളവ് തന്നെ ബദാമുണ്ട്. അത് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചതല്ല. അങ്ങനെ പൊടിച്ചു കഴിഞ്ഞാൽ എണ്ണ വരും. അതുകൊണ്ട് തന്നെ കത്തി കൊണ്ട് നുറുക്കിയെടുത്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം. പിന്നെ അതിനായിട്ടുള്ള മുട്ട, 7 മുട്ടയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. പിന്നെ വാനില എസൻസ്, പഞ്ചസാര നല്ലതുപോലെ പൊടിച്ചതാണ് ഇതിനായിട്ട് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ആദ്യമേ തന്നെ ക്യാരറ്റ് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് ക്യാരറ്റ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. നല്ലതുപോലെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് ആണ് അത് അരച്ചെടുത്തത്. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഷിഫോൺ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അതാകുമ്പോഴത്തേക്കും കേക്ക് ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. കസ്റ്റമറിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു രീതിയാണ് ചെയ്തെടുക്കാറ്. 2 സ്പൂൺ വാനില എസൻസ് മുട്ടവെള്ളയിലേക്ക് ചേർത്തു. ഇനി നമുക്ക് കുറേശ്ശെ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആകുന്നിടം വരെ ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാരയും കുറേശ്ശെ ഇട്ട് കൊടുത്തോളണം. അപ്പോൾ നല്ലതുപോലെ ഇത് ബീറ്റ് ആയതിന് ശേഷം നമുക്ക് മുട്ട മഞ്ഞയും നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ബീറ്റായി. ഇനി മുട്ട മഞ്ഞയ്ക്കകത്തേക്ക് നമുക്ക് കുറച്ച് വനില എസൻസ് ചേർക്കണം. അതിന് ശേഷം വേണം, അത് ഞാൻ 2 ടീസ്പൂൺ തന്നെ ചേർക്കുന്നുണ്ട്. ഇത്തിരി കൂടിയാലും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 1 കപ്പ് ഞാൻ ആ വെള്ളയിലും ഇട്ട് 1 കപ്പ് മഞ്ഞയിലും ഇട്ട് ബീറ്റ് ചെയ്തു. ഇപ്പോൾ മഞ്ഞ അറിയില്ലാത്ത രീതിയിൽ നല്ല വൈറ്റ് കളറിലേക്ക് അതും വന്നു. എന്നിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് അതിനകത്തേക്ക് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റൊക്കെ കൂടെ ചേർത്ത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. കുറേശ്ശെ ഇട്ട് വേണം ചെയ്യാനായിട്ട്, ഒന്നിച്ചിടരുത്. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അത് നല്ലതുപോലെ ആവത്തില്ല. എന്നിട്ട് നല്ലതുപോലെ, അതായത് സ്പീഡ് കുറച്ചിട്ട് പതുക്കെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒരേ സൈഡിലേക്ക് മാത്രമേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അതും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മുടെ ക്യാരറ്റ് ഒരു ഇടയ്ക്കൊന്ന് കടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതും കൂടെ ഇട്ടു. പിന്നെ നമ്മളുടെ നട്ട്സ് എല്ലാം കൂടെ ഒരു സ്പൂൺ മൈദയിൽ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ആ മൈദയിലിട്ടിട്ട് ആ പൊടിയെല്ലാം അതിൽ പറ്റി ഒന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നട്ട്സൊക്കെ കൂടെ അടിയിലേക്ക് പോയി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്യേണ്ട പാത്രത്തിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇത് ഞാൻ പിന്നെ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. പേപ്പർ ഇതിന് നല്ല ഹൈറ്റ് വേണം ഈ കേക്കിന്, അതുകൊണ്ടാണ് ഈ ഒരു പാത്രത്തിലേക്ക് എടുത്തത്. അപ്പോൾ അത് നല്ലതുപോലെ ടാപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ കുക്കറിലേക്ക് വെച്ചു. കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 45 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ, സിമ്മിലല്ല മീഡിയം ഫ്ലെയിമിൽ അത് ബേക്കായിട്ട് വരണം. പ്രീഹീറ്റ് ചെയ്ത കുക്കറാണ്. അപ്പോൾ 45-50 മിനിറ്റിനടുത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞു. ഇപ്പോൾ അത് നല്ലതുപോലെ കേക്ക് വെന്തിട്ടുണ്ട്. ഇതിലൊന്നും പറ്റിയിട്ടില്ല. ഇനി നമുക്ക് നല്ലതുപോലെ തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ സോഫ്റ്റുമാണ് കേക്ക്. നമുക്കതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇനി നന്നായിട്ട് ആറിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ 4 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. 4 ലെയറായിട്ട് കട്ട് ചെയ്ത് കേക്ക് ഇത്രത്തോളം സോഫ്റ്റായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയൊക്കെ അത്ര സോഫ്റ്റായിട്ട് കിട്ടി കേക്ക്. ഇനി നമുക്ക് ഇത് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ബേസിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ചു. എന്നിട്ട് നമുക്കിനി ഓരോ ലെയറായിട്ട് വച്ച് കൊടുക്കാം. സെൻറ്റർ പോർഷൻ നോക്കി വെച്ച് കൊടുക്കണം. അതിലേക്ക് ഷുഗർ വെറ്റ് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഒഴിച്ചു. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യാം.
അപ്പോൾ ഓരോ ലെയറിലും നമ്മൾ വിപ്പിംഗ് ക്രീം ഇടും. അതിനുശേഷം ഷുഗർ ക്യാരമൽ ഇതിനായിട്ട് തയ്യാറാക്കുന്നുണ്ട്. ഷുഗർ ക്യാരമലും കൂടി ഇട്ടിട്ട് വേണം നമ്മൾക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഓരോ ലെയറും 4 ലെയറും ചെയ്യണം. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഞാൻ പിന്നെ വിപ്പിംഗ് ക്രീം ഇടുന്നില്ല, കാരണം ഇത് നേക്കഡ് കേക്കായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിപ്പിംഗ് ക്രീം സൈഡിൽ തേക്കുന്നില്ല. പിന്നെ ഞാൻ ഷുഗർ ക്യാരമൽ ചെയ്തെടുത്തു. എന്നിട്ടിത് സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഒഴിക്കുകയാണ്. ഫുള്ള് ഞാൻ കവർ ചെയ്യുന്നില്ല, കാരണം നമുക്കിതിൻ്റെ ഡെക്കറേഷൻ ഫ്ലവേഴ്സും അതുപോലെ തന്നെ കുക്കീസും കൊണ്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിത് എടുത്തേക്കുന്നത്.